നമസ്കാരം. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മനോരമ, മാതൃഭൂമി പോലെയുള്ള ഈ മാധ്യമങ്ങൾക്ക് ഈ നാട്ടിലെ മനുഷ്യ ജീവനോടൊന്നും ഒരു വിലയില്ലാത്തവരാണ്. വാർത്ത എന്നാൽ അവർക്കൊരു കച്ചവട ഉൽപ്പന്നമാണ്. അവർക്ക് മാസാമാസം മാസപ്പടി പോലെ പണം കൊടുക്കുന്ന പരസ്യദാതാക്കളുണ്ടെങ്കിൽ അവർ ഈ നാട്ടിൽ എന്ത് നെറുകേട് കാണിച്ചാലും അവരുടെ പേരോ അവരെ സംബന്ധിച്ചുള്ള ഒരു വിവരമോ അവരുടെ ഒരു വാർത്തയിലൂടെയും പുറത്തേക്ക് വരില്ല. അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ കോഴിക്കോട് സംഭവിക്കുകയും മാതൃഭൂമി, മനോരമ പോലുള്ള പത്രങ്ങൾ ആ അപകടമുണ്ടാക്കിയ വാഹനത്തിന്റെ പേര് ഒളിച്ചു പിടിച്ചതിനെ സോഷ്യൽ മീഡിയയിലെ ഒരു വീഡിയോ വളരെ കൃത്യമായി പൊളിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അറിയാം, ഈ സർക്കാർ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, KSRTC ബസ്, KSRTC സ്വിഫ്റ്റ് ബസ് എന്ന പേരുകൾ വെണ്ടയ്ക്ക വലിപ്പത്തിൽ അച്ചടിച്ചു വയ്ക്കും. എന്നാൽ ഏതെങ്കിലും മുതലാളിമാരുടെ ബസ്, ഇപ്പോ കല്ലടയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമുഖ സ്വകാര്യ ബസ്സുകൾ അപകടത്തിൽപ്പെട്ടാൽ അതിന്റെ പേര് ഒരിക്കലും പുറത്തു വരില്ല. കാര്യം മാസാമാസം അവരിൽ നിന്ന് നല്ല ചൊള പോലെ എണ്ണി മേടിക്കുന്നതാണ്. അതുകൊണ്ട് അവർ അപകടമുണ്ടാക്കിയാൽ അവരുടെ ഡിമാൻഡ് ഇടിയാതിരിക്കാൻ, അവരുടെ സർവീസ് മോശമാകാതിരിക്കാൻ വേണ്ടി പ്രത്യേക കരുതലുണ്ടാകും. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് പുറത്തു വരുന്നു എന്ന് പറഞ്ഞത്. കോഴിക്കോട് തൊണ്ടിയോട് ബൈപ്പാസിൽ ഇക്കഴിഞ്ഞ മാർച്ച് ആദ്യവാരമുണ്ടായ ഒരു അപകടം. ഹീറോ മോട്ടോകോർപ്പ് എന്ന കമ്പനിയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ ആയിട്ടുള്ള വീഡ അത് അപകടത്തിൽപ്പെടുകയാണ്. വെറുതെ അല്ല, അതിന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ട്. വണ്ടിയുടെ ഹബ്ബ് ഒടിഞ്ഞതിന് ശേഷം വീല് തെന്നി മാറുന്നുണ്ട്. അതിൽ യാത്ര ചെയ്ത ദമ്പതികൾ അപകടത്തിൽപ്പെടുന്നു. ആ അപകടത്തിന്റെ അടുത്ത ദിവസം, അതായത് മാർച്ച് 4 ഈ വാഹനം ഓടിച്ചിരുന്ന സജീവൻ എന്ന വ്യക്തി മരണപ്പെടുകയും ചെയ്യുകയാണ്. പക്ഷേ അന്ന് ഈ വാർത്തകൾ എങ്ങനെയാണ് മാതൃഭൂമിയും മനോരമയും റിപ്പോർട്ട് ചെയ്തതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വളരെ കൃത്യമായി പ്രചരിക്കുന്നുണ്ട്. വാർത്ത കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് ഇതേ കമ്പനിയുടെ പരസ്യം കൊടുത്ത് പണം എണ്ണി വാങ്ങിയവർ ആ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഇതേ കമ്പനിയുടെ പേര് മറച്ചു പിടിക്കുന്നത് എങ്ങനെയെന്ന് അതിലൂടെ നിങ്ങൾ കാണും. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഹീറോ മോട്ടോകോർപ്പ് എന്ന കമ്പനിയുടെ വീഡ എന്ന ഇലക്ട്രിക് സ്കൂട്ടർ കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ വെച്ച് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നിലെ വീലിന്റെ ഹബിന്റെ ഭാഗം ഒടിഞ്ഞാണ് ആക്സിഡന്റ് ആയിരിക്കുന്നത്. അതിനുശേഷം മാർച്ച് 4 സജീവൻ നമ്മളെ എല്ലാവരെയും വിട്ടുപോവുകയും ചെയ്തു. മാർച്ച് 4 സജീവൻ മരണപ്പെട്ടതിന് ശേഷം പത്രത്തിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു. നിങ്ങൾ ഈ കാണുന്നത് മനോരമയിൽ വന്ന വാർത്തയാണ്. ഇതിൽ ഏത് കമ്പനിയുടെ സ്കൂട്ടറാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് മാതൃഭൂമിയിൽ വന്ന വാർത്തയാണ്. ഇതിലും ഏത് കമ്പനിയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ, അതായത് മാർച്ച് 7 പത്രമെടുത്ത് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. മലയാള മനോരമയുടെ 5ാമത്തെ പേജിൽ ഒരു ക്വാർട്ടർ പേജ് പരസ്യത്തിന്റെ ഹെഡിംഗ് അടിപൊളിയായിരുന്നു. ഹീറോ വിട നമുക്ക് 5 വർഷത്തെ മനസമാധാനം നൽകുന്നു. നേരെ പോയി മാതൃഭൂമി എടുത്തു നോക്കി. അതെ, അതേ പരസ്യം തന്നെ മാതൃഭൂമിയിലുമുണ്ട്. എന്തൊക്കെ തന്നെയായാലും ആക്സിഡന്റായി മരണപ്പെട്ടയാൾ സഞ്ചരിച്ച വണ്ടിയുടെ പേര് പറയാതെ അതേ വണ്ടിയുടെ തന്നെ മനസമാധാനം ഞങ്ങൾ നൽകാം എന്ന് പറഞ്ഞ പരസ്യം നൽകിയ മനോരമയ്ക്കും മാതൃഭൂമിക്കും നമസ്കാരം. എത്ര മനുഷ്യത്വരഹിതമാണ്! പണത്തിനു മേൽ പരിന്തും പറക്കില്ല. ഈ നാട്ടിൽ എപ്പോഴും പറയാറില്ലേ, ഈ പ്രമുഖർ എന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യമില്ലാത്തവർ. അവർ എഴുതുന്ന വാർത്തകൾക്കിടയിലെല്ലാം സാമ്പത്തിക താല്പര്യം വളരെ കൂടുതലാണ്. എവിടെ നിന്നാണോ അവർക്ക് സാമ്പത്തിക സ്രോതസ്സുള്ളത് അവർക്ക് വേണ്ടി കൂലിയെഴുത്ത് നടത്തുക, അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ദൗത്യം. അതുകൊണ്ട് ഇവർ കൊടുക്കുന്ന വാർത്തകളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവർ മറ്റാർക്കൊക്കെയോ വേണ്ടിയാണ് ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മാധ്യമം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വരുമാന മാർഗമാണ്. അതിലൂടെ ഏതൊക്കെ ആൾക്കാരെ ഫേവർ ചെയ്ത് എത്രത്തോളം പണം സമ്പാദിക്കാം എന്നുള്ളത് മാത്രമാണ് ഇവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഹീറോ മോട്ടോകോർപ്പ് എന്നൊരു വാഹനം ഇത്രയും വലിയൊരു അപകടമുണ്ടാക്കി അതിലൊരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടായതിനു ശേഷം അത്തരം ഒരു വലിയ വാർത്ത അവർ റിപ്പോർട്ട് ചെയ്യാതെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതേ സ്ഥാപനത്തിന്റെ പരസ്യം കൊടുത്ത് അവർ ലക്ഷക്കണക്കിന് രൂപ അടിച്ചുകൊണ്ട് പോകുന്നത്. ഒരു ജീവനേക്കാൾ വലുതാണ് ലക്ഷക്കണക്കിന് രൂപ. എത്രമാത്രം സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമ സ്ഥാപനങ്ങൾ അല്ലെ! മനോരമയായാലും മാതൃഭൂമി ആയിരുന്നാലും ഇത് മാത്രമേ താല്പര്യമുള്ളൂ. സർക്കാർ സംവിധാനങ്ങളെ മോശമാക്കുക എന്നുള്ളത് ഇവർ ഈ നാട്ടിലെ പ്രതിപക്ഷവുമായി ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി സ്വകാര്യ ഏജൻസികളുമായി ചേർന്ന് പണമിടപാട് നടത്തിക്കൊണ്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഇവർ മുൻപന്തിയിൽ നിൽക്കാറുണ്ട്. അതുകൊണ്ട് ഇത്തരം മാധ്യമങ്ങൾ എഴുതുന്നതിനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന നിഷ്കളങ്കരാകരുത്. നിങ്ങൾക്ക് ഉള്ളിൽ ചോദ്യം വേണം. ഇവർ മറച്ചു പിടിക്കുന്നത് പലപ്പോഴും സ്വകാര്യ ആശുപത്രികൾ, ഈ നാട്ടിലെ പ്രമുഖ ആശുപത്രികളിൽ എവിടെയെങ്കിലും ഒരു മരണം നടന്നാൽ സ്വകാര്യ ആശുപത്രി എന്ന് മാത്രമേ അവർ പേര് കൊടുക്കത്തുള്ളൂ. ഏത് ആശുപത്രി എന്ന് പറയാത്തതെന്ന് പറഞ്ഞാൽ ഈ പോക്കറ്റിന്റെ കനം കൂടണമെന്നുണ്ടെങ്കിൽ അത്തരം പേരുകൾ ഒളിച്ചു പിടിക്കണം. കാര്യം അങ്ങനെ പേര് പുറത്തു വന്നാൽ ഇനി അവിടേക്ക് ആള് ചെന്നില്ലെങ്കിൽ അത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും.
അവരെ ഫേവർ ചെയ്യാൻ വേണ്ടി ഈ നാട്ടിലെ കൊള്ളരുതായ്മകളെ ഏറ്റവും കൂടുതൽ മറച്ചു പിടിക്കുന്നവരാണ് പ്രമുഖ മാധ്യമങ്ങളെന്ന് ഇതിനേക്കാൾ നല്ലൊരു തെളിവ് നിങ്ങൾക്ക് വേണമോ? ഈ നാട്ടിൽ ഇതിനെയൊക്കെ വിമർശിക്കുമ്പോൾ പലപ്പോഴും പറയും അവർ നിഷ്പക്ഷത പുലർത്തുന്നതുകൊണ്ടാണ്. ഒരു നിഷ്പക്ഷതയില്ല. മാസം തോറും ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ ഇതുപോലെ കൈപ്പറ്റിക്കൊണ്ട് ഈ നാട്ടിൽ പലതിനെയും മറച്ചു പിടിക്കാൻ, താല്പര്യമില്ലാത്തതിനെ കുറിച്ച് വലിയ വെണ്ടയ്ക്ക വലിപ്പത്തിൽ അച്ചു നിരത്താൻ ഇതൊക്കെ മാത്രമാണ് ഇവർ സമയം കണ്ടെത്തുന്നത്. വെറും കൂലി എഴുത്തുകാരെ അധപ്പതിച്ച, യാതൊരു തരത്തിലുള്ള മൊറാലിറ്റിയും ഇല്ലാത്ത ഒരു മേഖലയായി ഇത് അധപ്പതിച്ചു കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇങ്ങനെ മനുഷ്യനായി പിറന്നവന് ചെയ്യാൻ പറ്റില്ല എന്ന് അവനവന് തന്നെ അറിയാം. പക്ഷെ മനോരമയും മാതൃഭൂമിയും അത് ചെയ്യും. എന്തുകൊണ്ടെന്നാൽ എന്തിനേക്കാൾ വലുത് തുട്ട് തന്നെയാണ്.